ഹായ് ഡിയേഴ്സ്, തന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിറകിൽ കഠിനമായി പ്രവർത്തിച്ച് ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ജൗഹറെ കാണാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിൽ മോഡേൺ ഫെസിലിറ്റിയോട് കൂടി 24 അവേഴ്സും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീൻ സ്കാൻ സെന്റർ ഡയഗ്നോസ്റ്റിക് ആൻഡ് പോളിക്ലിനിക്കിലാണ്. അപ്പൊ നമുക്ക് ജൗഹറയുടെ വിശേഷങ്ങളിലോട്ട് പോയാലോ? ഹായ് ജൗഹറ, സുഖാണോ? 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും പഠിക്കാൻ വന്നത്. എന്തുകൊണ്ടാണ് വീണ്ടും പഠിക്കണം തോന്നലുണ്ടായത്? വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്ന് എന്തായപ്പം പിന്നെ മോനും സ്കൂൾ പോകാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ജോലി ആവാം, ആദ്യമല്ലേ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അങ്ങനെ ജോലി ആവാം, അതിനെക്കുറിച്ച് നല്ല കോഴ്സും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ഇൻസ്റ്റ വഴി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തു. ജൗഹറ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? മെയിൻലി പറഞ്ഞാൽ ബാക്ക് ഓഫീസ് പരമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഞാൻ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ ഈ ഒരു സെൻറ്ററിൻ്റെ മാനേജ്മെൻറ്റും ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ എന്താണ് ഇയാളുടെ പോസ്റ്റിംഗ് അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. പക്ഷേ ജോബും കാര്യങ്ങളും നോക്കുമ്പം ബാക്ക് ഓഫീസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ മാനേജ്മെൻറ്റ് കാര്യങ്ങളും ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏത് കോഴ്സ് ചൂസ് ചെയ്തിട്ടാണ് ഇയാൾ ഈ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്നത്? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പൂർത്തീകരിച്ചിട്ടാണ് ഈ പോസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു കണ്ട ജൗഹറയല്ല ഇപ്പോൾ കാണുന്നത്. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഫേസ് കണ്ടാൽ അറിയാം എത്രത്തോളം ഹാപ്പിയാണെന്ന്. എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണം? മാറ്റത്തിന് കാരണം എന്താ വെച്ചാൽ ഞാൻ മലപ്പുറം IT അക്കാദമിയിലാണ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഒരു 8 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് പഠിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതെന്താവും ഏതാവും ഒരു ഐഡിയ ഇല്ലാണ്ട്, കാരണം 8 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞാൽ നല്ലൊരു ഗ്യാപ്പാണ്. യാതൊരു ടച്ചും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു പഠിക്കണ ഒരു ഇതിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്ന് ജോയിനായി ഒരു 2-3 ദിവസം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മിസ്സുമാരെയും സാറിനെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കത് പോയി എന്ന് പറയണില്ല, പക്ഷെ കൂടുതലിങ്ങനെ അടുത്ത് വരുന്നതിനനുസരിച്ച് ഒരുപാടായിട്ട് മാറി. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ആക്റ്റീവായിട്ടൊന്നുമില്ല ആളല്ലായിരുന്നു. പക്ഷെ അവിടുന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം എല്ലാവരും പറയുക പഴയ ആളെ അല്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുക. ഒന്നാമത് അവിടുത്തെ നമ്മൾ സാറിൻ്റെ മോട്ടിവേഷൻ ആവും. പിന്നെ അവിടുത്തെ മിസ്സുമാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ മാക്സിമം മെൻ്റലി ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലൊക്കെ അവർ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിർത്തിയിട്ടുള്ളൂ. ഞാൻ 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഗ്യാപ്പാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇറങ്ങിയപ്പോഴാണ് 8 വർഷം ഗ്യാപ്പ് നല്ല ഗ്യാപ്പായിട്ട് തോന്നിയിരുന്നത്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ട് ഈ രീതിയിലൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. 8 വർഷത്തിന് ശേഷം വീണ്ടും പഠിക്കണമെന്ന് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാഡമിനെ ചൂസ് ചെയ്തത്? ഞാൻ ഒരു ദിവസം അങ്ങനെ ഇൻസ്റ്റയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏത് കോഴ്സ് എടുക്കണം ഏതാണെന്നൊരു ഐഡിയ ഇല്ലാണ്ട് എന്തായാലും ഒരു ജോബ് വേണം, പക്ഷെ പെട്ടെന്ന് ജോലി ആവും വേണം, എന്നാൽ അത്യാവശ്യം നല്ല പോസ്റ്റിങ്ങും സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ജോലി ആവും വേണം എന്നുവെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ IT അക്കാദമിനെ പറ്റി ഞാൻ കാണുന്നത്. അതിലപ്പം തന്നെ അവിടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്തപ്പം അന്ന് സീറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് IT എത്തിപ്പെട്ടത്. ഞാനിങ്ങനെ 8 വർഷത്തിന് ശേഷം ഗ്യാപ്പിട്ടതിന് ശേഷമാണല്ലോ പഠിക്കാൻ ഇറങ്ങുന്നത്. അത് നല്ല ടെൻഷൻ ഉണ്ടായിന്. അവിടെ എത്തിയിട്ട് നമ്മൾ ഒപ്പമുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് 12ഉം 10ഉം വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ആൾക്കാർ വന്നിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു സിലബസ് ടഫായിരിക്കും, മെത്തേഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഏറ്റവും സിമ്പിളും മാക്സിമം എല്ലാവരെ കൊണ്ട് ഉൾക്കൊണ്ട്, അതായത് ഞങ്ങളെപ്പോലെ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് വന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് അവിടെ ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലൊക്കെ അത് എടുത്ത് പറയുന്ന വേണം. നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് അടുത്ത് അവർ ഒരു ചാപ്റ്റർ പോലും എടുത്തിട്ട് പോവുള്ളൂ. അങ്ങനെ ഗ്യാപ്പിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലേന് ഒരിതായി അവിടെ വന്ന് പഠിച്ചത്. അതുപോലെ തന്നെ എന്നെപ്പോലെ ഈ ഗ്യാപ്പ് ഇട്ടിക്കാണ്ട് ഒരുപാട് കാലത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പഠിക്കാൻ വരുന്ന ഏതൊരാൾക്കും ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ IT അക്കാദമിയിലുള്ളത്. കാരണം സിലബസ് നമുക്ക് അത്രയും പഠിപ്പിച്ച് തരാനും പഠിക്കാനും ഈസി ആയിട്ട് കഴിയും അവിടുന്ന്. അത് ഞാൻ
ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്, ഇനി എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ചോദ്യം ചോദിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത മറുപടി പറയും, IT അക്കാദമി പോയിക്കോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തോ. കാരണം കോഴ്സ് വെറുതെ ആവുന്നില്ല. കോഴ്സ് പഠിച്ചിറങ്ങി നമുക്ക് ജോലി ഉറപ്പാണ്. ഇപ്പം എൻ്റെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ സെമിനാറിൻ്റെ ടൈമിൽ ഞാൻ സെമിനാറിന് പോയതാണ്. സെമിനാർ കഴിഞ്ഞ് എക്സാമിൻ്റെ മുന്നേ ഞാൻ ജോബിൽ കയറിയിട്ടുണ്ട്. എക്സാമിന് ഞാൻ ജോബിന് ലീവ് എടുത്ത് വന്നുകൊണ്ടാണ് ഞാൻ ഫൈനൽ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യാനും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തോന്നേ പറയുള്ളൂ. ഈ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എന്താ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുമെന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു പൊസിഷനിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. കാരണം ഞാൻ വെറും ഒരു ഫാമിലി ലൈഫും അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളൂ എൻ്റെ ലൈഫ് എന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്തൊരു പൊസിഷനിലും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. ജൗഹറയുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം ഞങ്ങളോട് കൂടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓക്കെ, വെൽക്കം.